കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി അദ്ദേഹം കഴിഞ്ഞ 2 ദിവസം കേരളത്തിൽ ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന സമരം അവരെ അഭിവാദ്യം ചെയ്യാൻ വരികയുണ്ടായി. വളരെ സന്തോഷത്തോടു കൂടിയാണ് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത്. പാട്ടുപാടിയാണ് സ്വീകരിച്ചത്. പാട്ട് പാടുമ്പോൾ സുരേഷ് ഗോപി നൃത്തം ചെയ്തു, അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു സമരത്തിൽ പങ്കെടുക്കുന്ന ആശാവർക്കർമാർ. തൊട്ടടുത്ത ദിവസവും അദ്ദേഹം സമരപ്പന്തൽ സന്ദർശിച്ചു. അവിടെ അദ്ദേഹം എത്തിയത് കുറെ കുടയും അതോടൊപ്പം മഴക്കോട്ടുമായിട്ടായിരുന്നു. അപ്പോഴും ആശാവർക്കർമാർ സുരേഷ് ഗോപിയെ കൈയടിച്ച് സ്വീകരിക്കുകയായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന മഴക്കോട്ടും കുടയും ഏറ്റുവാങ്ങുകയും ചെയ്തു. മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പാട്ടുപാടിയില്ല, അതുകൊണ്ട് സുരേഷ് ഗോപി നൃത്തവും ചെയ്തില്ല. സുരേഷ് ഗോപി ഈ സമരപ്പന്തൽ സന്ദർശിച്ചതും അതേപോലെ സുരേഷ് ഗോപിയെ ആശാവർക്കർമാർ സ്വീകരിച്ചതും കയ്യടിച്ചും പാട്ടും പാടി സ്വീകരിച്ചതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. സമരക്കാരെയും അതേപോലെ സുരേഷ് ഗോപിയെയും നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ ഹരീഷ് വാസുദേവൻ, അതോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകൻ, ഇത്തരം സമരങ്ങൾക്ക് എപ്പോഴും പിന്തുണ നൽകുന്ന ആണവ വിരുദ്ധ സമരത്തിനൊക്കെ മുൻകൈയെടുത്ത കെ സഹദേവൻ എന്നിവർ ഫേസ്ബുക്കിലൂടെ സുരേഷ് ഗോപിയെയും അതോടൊപ്പം ആശാവർക്കർമാരെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. എന്തുകൊണ്ടാണ് അവർ വിമർശിച്ചത് എന്നറിയണമെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. ഹരീഷ് വാസുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആശാവർക്കർമാരുടെ സമരത്തിന് പോകാൻ ഒരു ഇന്ത്യൻ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് മന്ത്രിക്ക് ചില്ലറ ഉളുപ്പില്ലായ്മ പോരാ. യൂണിയൻ സർക്കാർ ആശാവർക്കർമാരെ തൊഴിലാളികളായി പോലും കാണാൻ തയ്യാറല്ല. അവർക്ക് മതിയായ വേതനം നൽകാൻ തയ്യാറല്ല. വോളണ്ടറി പ്രവർത്തകർ എന്നാണ് യൂണിയന്റെ നിലപാട് പോലും. ചെയ്ത ജോലിക്ക് കൂലി കിട്ടാനും മാന്യമായ പ്രതിഫലം കിട്ടാനുമാണ് ആശാവർക്കർമാർ സമരം ചെയ്യുന്നത്. ഇതിൽ സംസ്ഥാനത്തിന്റെ പ്രയോറിറ്റി ഇല്ലായ്മയ്ക്ക് എതിരെ സമരം ചെയ്യുന്നത് മനസ്സിലാക്കാം. ആ സമരപ്പന്തലിൽ സുരേഷ് ഗോപിയെ പോലൊരു കേന്ദ്രമന്ത്രി മുദ്രാവാക്യം വിളികളുടെ എതിർപ്പില്ലാതെ സ്വീകരിക്കപ്പെടുന്നത് പോലൊരു അശ്ലീലമുണ്ടോ രാഷ്ട്രീയത്തിൽ? ഇന്നത്തെ യൂണിയൻ സർക്കാരിനോട് ചോദ്യങ്ങളില്ലാത്ത, പ്രതിഷേധമില്ലാത്ത തൊഴിലാളി സമരം എന്തൊരു മോശം രാഷ്ട്രീയ സീനാണ് ഇത്. SUCIയുടെ ഇരട്ടത്താപ്പ് ആണെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. SUCI എന്ന സംഘടനയാണ് സമരം നയിക്കുന്നത്. അവരാണ് സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. SUCIയുടെ പ്രവർത്തകരാണ് സമരത്തിൽ സജീവമായി ഉള്ളതും. എന്ന് വെച്ചാൽ SUCI തന്നെയാണ്, SUCIയുടെ ഭാരവാഹികൾ ഈ സംഘടനയുടെയും ഭാരവാഹികളാണ്. സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സംഘടനയുടെയും ഭാരവാഹികളാണ്. SUCI തന്നെയാണ് സമരം ചെയ്യുന്നത്. SUCIയുടെ ഇരട്ടത്താപ്പല്ലേ ഇത് കാണിക്കുന്നത് എന്നാണ് ഹരീഷ് വാസുദേവൻ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരാണ് ഇവർക്ക് അല്ലെങ്കിൽ ഇവരെ ഒരു തൊഴിലാളികളായി പോലും അംഗീകരിക്കേണ്ടത്. അതുപോലും അംഗീകരിക്കുന്നില്ല കേന്ദ്ര സർക്കാർ. കേന്ദ്രം നൽകുന്നത് തുച്ഛമായ 2000 രൂപയാണ്. 2000 രൂപ കൊണ്ട് ഒരു മാസം കഴിഞ്ഞുകൂടാൻ ആർക്കെങ്കിലും കഴിയുമോ? ഉത്തരേന്ത്യയിലൊക്കെ കഴിയുമായിരിക്കും, കേരളത്തിൽ കഴിയുമോ? കഴിയില്ല. ശേഷിക്കുന്ന തുക 6000 രൂപയിലേറെ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. ആ 2000 രൂപയും നൽകുന്നില്ല. 100 കോടിയോളം രൂപയാണ് കുടിശ്ശിക. ആ കുടിശ്ശിക നൽകാത്ത കേന്ദ്ര സർക്കാർ, ആ സർക്കാരിനെ പ്രതിനിധി കേന്ദ്രമന്ത്രി സമരപ്പന്തൽ വരുമ്പോൾ പാട്ടുപാടി സ്വീകരിക്കുന്ന SUCI പ്രവർത്തകർ, ആശാവർക്കർമാർ. 2000 രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ശേഷിക്കുന്ന 6000 രൂപയും അതിൽ കൂടുതലും നൽകുന്നത് സംസ്ഥാന സർക്കാർ. അതുപോലും കൂട്ടി നൽകാൻ, 2000 രൂപ കൂട്ടി നൽകാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. തുടങ്ങിയ കാലത്തുള്ള തുകയാണ്. ആ സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയെ പാട്ടും പാടി കൈയടിച്ച് സ്വീകരിക്കുന്നു ആശാവർക്കർമാർ. എന്തൊരു ഇരട്ടത്താപ്പാണ്! അതിന് നേതൃത്വം കൊടുക്കുന്നത് SUCI എന്ന സംഘടനയാണ്. അതുകൊണ്ടാണ് ഹരീഷ് വാസുദേവൻ നായർ നിശിതമായി വിമർശിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കെ സഹദേവൻ, അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനാണ്. ഇത്തരം എല്ലാ സമരങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളാണ്. അദ്ദേഹം ആണവവിരുദ്ധ സമരത്തിന് മുൻപിൽ നിന്ന ആളാണ്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ നിശിതമായി വിമർശിക്കുന്നു SUCIയെയും സമരക്കാരെയും. അദ്ദേഹം പറയുന്നു, ആശാ വർക്കേഴ്സ് മാത്രമല്ല, മിനിമം വേതനം ലഭിക്കാത്ത ഏതൊരു തൊഴിൽ വിഭാഗങ്ങളുടെ സമരത്തിനൊപ്പമായിരിക്കും എന്നും. എന്നാൽ അത് സമര സംഘടനകളുടെ തെറ്റായ തീരുമാനങ്ങൾക്കുള്ള ഉപാധിരഹിത പിന്തുണ അല്ല തന്നെ. രാജ്യത്തെ 100-ലധികം തൊഴിൽ നിയമങ്ങൾ റദ്ദ് ചെയ്ത് 4 ലേബർ കോഡുകളായി ചുരുക്കി വ്യവസായികൾക്കും വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കും അനുകൂലമാക്കി മാറ്റി
സംഘടിക്കാനുള്ള അവകാശങ്ങൾ പോലും പരിമിതപ്പെടുത്തി തൊഴിൽ നിയമ ഭേദഗതി തയ്യാറാക്കിയ സംഘപരിവാറിനെ സമരപ്പന്തലിൽ സ്വീകരിച്ചാനയിക്കുന്നതിനും അശ്ലീല നാടകം അരങ്ങേറ്റാൻ അനുവദിക്കുന്നതിനെയും ഒരു കാരണവശാലും പിന്തുണയ്ക്കുകയില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. 7ാം ശമ്പള കമ്മീഷൻ നിശ്ചയിച്ച പ്രതിമാസ അടിസ്ഥാന വേതനം 21,000 രൂപ എന്നത് തൊഴിലെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. അത് ഉറപ്പുവരുത്തുക എന്നത് ഏതൊരു സർക്കാരിൻ്റെയും നിയമപരമായ ഉത്തരവാദിത്തമാണ്. സ്വന്തം നിലയിൽ പദ്ധതി പ്രഖ്യാപിക്കുകയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെതിരെ കൂടിയാണ് ആശാ വർക്കർമാരുടെ സമരത്തിന്റെ കുന്തമുന നീളേണ്ടത്. കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ ഫാസിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയെ സമരപ്പന്തലിലേക്ക് പ്രവേശിക്കാനും ആശാ വർക്കർമാർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന തുക പോലും തടഞ്ഞു വെക്കാൻ ആവശ്യപ്പെടും എന്ന ധിക്കാരം നിറഞ്ഞ വാക്കുകൾ ഉച്ചരിക്കാനും അനുമതി നൽകിയതിനെ അപലപിക്കുകയും ചെയ്യുന്നു. കെ സഹദേവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. എന്ന് വെച്ചാൽ BJP ആണ് ആശാ വർക്കർമാരെ തെരുവിലിറക്കിയിരിക്കുന്നത്. BJP സർക്കാരാണ് ആശാ വർക്കർമാർക്ക് തൊഴിലാളി എന്ന പദവി പോലും നൽകാത്തത്, ആവശ്യമായ വേതനം നൽകാത്തത്. ഇത് ആശാ വർക്കർമാരുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ സ്കീം തൊഴിലാളികളുടെയും പ്രശ്നമാണ്. അംഗനവാടി ടീച്ചർമാർ ഉൾപ്പെടെ, തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ, കേന്ദ്ര സ്കീമിൽ ജോലി ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒക്കെ പ്രശ്നമാണിത്. മിനിമം വേതനം പോലും നൽകാതെ പണിയെടുപ്പിക്കുക എന്നത്. അതിനെതിരെ സമരം ഇരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസിന് മുന്നിലാണ്, കേന്ദ്ര മന്ത്രിമാർക്ക് മുന്നിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്ന് പാട്ടുപാടി നൃത്തം ചവിട്ടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ വിമർശനം ഇപ്പോൾ ഈ സമരത്തിനെതിരെയും സമരക്കാർക്കെതിരെയും സുരേഷ് ഗോപിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്.